റയർ പീസാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അതും ഒരു പ്രീമിയം സെറ്റപ്പ് ഉള്ള ഒരു വണ്ടി അല്ല, ചെറിയ പൈസ കൊടുക്കാം, ഒരു ടെൻഷനും വേണ്ട. ഏതായിരുന്നു ഹൂണ്ടായിന്റെ? ഇത് എലാൻഡ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ എന്താ ലുക്ക് ആണ് കേട്ടോ. ഇത് ബാക്കിലൊക്കെ നോക്കിയാലേ ഏതായിരുന്നു ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളല്ലേ, അതൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കൂലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, മേജർ മൈനർ അങ്ങനത്തെ. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടന്, പിന്നെ കമ്പനി സെറ്റ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, ഇലക്ട്രിക് അഡ്ജസ്റ്റ് സീറ്റ് ആണ്. പിന്നെ 4 ഡോർ പവർ വിൻഡോ. ഒരു വണ്ടിക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലെ. ഒരു ടെൻഷനും വേണ്ട, ആലോചിച്ചൊക്കെ ഉണ്ട്. എത്ര ഇത് നിങ്ങൾ ചോദിക്കുന്നത്? 410 ആണ് ഇതിന്റെ ആസ്കിങ്. 410 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കൂല്ലേ? മാക്സിമം ലോൺ കിട്ടും, അതിന് ലോണും കിട്ടും, ഒരു ടെൻഷൻ വേണ്ട. കണ്ണിച്ച് മീറ്റ് കാറുകൾ എടുക്കാൻ പറ്റിയ നല്ലൊരു ചീപ്പ് പോലത്തെ ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. മിഡ് റേഞ്ച് വണ്ടികളാണ്. മാക്സിമം 5-6 ലക്ഷത്തിന്റെ ഇടയിൽ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതും കേരളത്തിൽ 95% ആളുകളും അന്വേഷിച്ച് നടക്കുന്ന വാഹനങ്ങൾ. മാക്സിമം ഫുള്ള് ലോണിൽ ചെയ്യാൻ പറ്റിയ വാഹനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു 50,000 ഒരു 75,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വാഹനങ്ങളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഒട്ടുമിക്ക വാഹനങ്ങൾക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഹിസ്റ്ററി നിങ്ങൾ എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററി മെയിൻ ആയിട്ടും ചെക്ക് ചെയ്ത് നോക്കിക്കോളി. വെച്ചാൽ ഈ കിലോമീറ്റർ തിരിച്ച മറിച്ചൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ SUV ടൈപ്പ് ഉണ്ട്, സെഡാൻ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്. അതായത് ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് 7 സീറ്റ് വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതുമല്ലാതെ ചെറുവണ്ടികളും അവൈലബിൾ ആണ്. മാക്സിമം ഒരു 2-3 ലക്ഷം ഉറുപ്പ്യക്ക് ഡീസൽ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വാഹനങ്ങളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പാക്കാണ്ട് നോക്കണേ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വാഹനങ്ങളുണ്ട്, ഒരു 30ഓളം വണ്ടികളുണ്ട്. ചെറിയ സമയം കൊണ്ട് എല്ലാ വാഹനങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. ബാക്കി ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽ, വണ്ടീൻ്റെ ഡീറ്റെയിൽ നമുക്ക് മൂപ്പരോട് ചോദിക്കാം. ഇതിൻ്റെ മാനേജർ ഉണ്ട് അവിടെ. ഇവിടെയുള്ള എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇവിടുത്തെ മാനേജർ അല്ലേ. എന്താ പേര്? ഷഹീനാണ് നിങ്ങളോട് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത്. ബ്രോ, ഇവിടെ മാക്സിമം എത്ര വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്? ഇവിടെ ഇപ്പൊ നമ്മളെ കയ്യിലൊരു 10-25ഓളം സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. എല്ലാ കാറ്റഗറിയിലുമായിട്ട് എല്ലാ കാറ്റഗറി ഉണ്ടല്ലോ. SUV ടൈപ്പ് ഉണ്ട്, സെഡാൻ ഉണ്ട്, ഹാച്ച് ബാക്ക് ഉണ്ട്, 7 സീറ്റർ ഒക്കെ ഉണ്ടല്ലോ. എല്ലാത്തിനും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്, മിനി ഹിസ്റ്ററി തന്നെയാണ് ഒരു ഇതെല്ലാം. അത് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് PDF വഴി അയച്ചു കൊടുക്കാനും പറ്റും അല്ല? വേറെ ടെൻഷൻ ഒന്നും വേണ്ട. ഇല്ലല്ല, നല്ല ക്വാളിറ്റി വാഹനങ്ങളല്ല, ക്വാളിറ്റി വണ്ടികളാണ്. കാരണം നമ്മൾ പൊതുവെ എല്ലാ വണ്ടികളും നോക്കിയിട്ട് തന്നെയാണ് എടുക്കുക. കാരണം കസ്റ്റമേഴ്സിനോടുള്ള ഒരു ട്രസ്റ്റ് അത് കളയാൻ പാടില്ലല്ലോ. ഓക്കെ, വണ്ടിക്ക് വേറെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അധികം ഒന്നും ഉണ്ടാവില്ല. ചെറിയ എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് തന്നെ ക്ലിയർ ആക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അല്ലേ. അപ്പോ ഇത് ലൊക്കേഷൻ എങ്ങനെയാ പറഞ്ഞു കൊടുക്കണ്ടേ? ലൊക്കേഷൻ ഇത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് ചെറുകോട് ടൗണിൽ 28 എന്ന് പറയും. ഓക്കെ, അപ്പൊ ആവശ്യക്കാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൊക്കേഷൻ അയച്ചു കൊടുക്കട്ടോ. നിങ്ങളെ നമ്പർ എന്തായാലും ഇതിൽ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചോട്ടെ അല്ലേ. അപ്പൊ നമുക്ക് നേരം കളയാതെ ഓരോ വണ്ടി ആയിട്ട് കാണിച്ചു കൊടുക്കല. അപ്പൊ ബ്രോ, നമുക്ക് തുടക്കത്തിൽ ഒരു ലോ ബഡ്ജറ്റ് വണ്ടി തന്നെ കാണിച്ചു കൊടുക്കല. ഒരു സ്വിഫ്റ്റ് ഡിസൈർ ആണ്, ടൈപ്പ് 1 ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഡീസൽ ആണ് അല്ലെ? അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അതെ. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? മോഡൽ ഇത് 2014 മോഡൽ, സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. 2014 മോഡലാണ്, സെക്കൻഡ് ഓണർ ആണ്. ഓപ്ഷൻ വരുന്ന ഏതാ? ഓപ്ഷൻ ഇത് LXI അല്ല LDI VDIക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. കൺവേർട്ട് ആക്കിയിട്ടുണ്ടല്ലോ ഓൾറെഡി. അതെ. ഓക്കെ, ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടം ഇത് 110 ആണ് റണ്ണിങ് ഉള്ളത്. 110 ഓടിയിട്ടുണ്ടല്ലേ? ജെന്യൂൻ ആയിരിക്കോ? ആണ്, ജെന്യൂൻ ആണ്. കേരള വണ്ടിയല്ലേ? കേരള വണ്ടിയാണ്. വേറെ ഇടിമുത്തൊന്നുമില്ല, ഒന്നുമില്ല, തട്ടുമുട്ടൊന്നുമില്ല. കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു ടെൻഷനും വേണ്ട. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും അല്ലേ? ഓക്കെ, അത്യാവശ്യം കട്ടകളിലെ ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു 80% ടയർ ഉണ്ടാവില്ല എല്ലാ ഭാഗത്തും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇതിന് ആസ്കിങ് ജസ്റ്റ് 285 ആണ് ആസ്കിങ്. 285 ആണ് നിങ്ങൾ ചോദിക്കുന്നത്. ലോണും കിട്ടും അല്ലേ? ലോണും കിട്ടും. ഒരു 30,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇറക്കാനും പറ്റും അല്ലെ? ഒരു ടെൻഷനും വേണ്ട. വീണ്ടും നമുക്ക് ഇവിടെ ഒരു സ്വിഫ്റ്റ് ഡിസൈറിനെ കാണിച്ചു കൊടുക്കാം. ഇതും ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ZDI ആണ്. ഓക്കെ, എത്ര മോഡലാ ഇത്? 2012 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരേ ഒരു ഓണറാണ്. 2012 മോഡൽ, ഒരേ ഒരു ഓണറാണ്.
വേറെ ടെൻഷനൊന്നും അടിക്കാനില്ല. വേറെ റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, ഒരു റീപ്ലേസും ഇല്ല. ഇടികുത്തൊന്നും ഇല്ല അല്ലേ? ഒന്നുമില്ല. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് റണ്ണിങ് വരുന്നത് 140 കിലോമീറ്റർ. 140 ഓടിയിട്ടുണ്ടല്ലേ? ഇതിന്റെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ് അല്ലേ? ഒരു എടുക്കുന്ന ആൾക്ക് പിന്നെ ഒന്ന് ചിന്തിക്കണ്ട, റെഡി ടു യൂസ്. വേറെ ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല അല്ല. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പിന്നെ 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ അലോയ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ടല്ലേ? ZDയിൽ അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. കമ്പനി സെറ്റ് ഉണ്ട്, ഒരു ടെൻഷനും വേണ്ട. ഇത് പിന്നെ എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 3.4 ചെയ്യാൻ പറ്റും. 3.4 ചെയ്യല്ലേ? ലോണൊക്കെ ചെയ്യാൻ പറ്റും. ലോൺ മാക്സിമം കിട്ടുമോ? കിട്ടും. ഫുൾ കിട്ടോ? ഫുള്ളില്ല, 2012 മോഡലാണ്. എന്നാലും പരമാവധി ഒരു 2+ ഒക്കെ എന്തായാലും ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ബ്രോ, ഇവിടെ നമുക്കൊരു കിദ്മത്തിന്റെ ഹൂണ്ടായിന്റെ i20 കാണിച്ചു കൊടുക്കും അല്ലേ? എങ്ങനെയായിരുന്നു ഇത്? ഡീസലാ വണ്ടി? ഡീസലാണ്. 10-20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലെ? ഒരു ടെൻഷനും വേണ്ട. പിന്നെ അതുപോലെ തന്നെ എത്രയായിരുന്നു മോഡല്? ഇത് 2015 സ്പോർട്സ് ആണ് വരുന്നത്. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ 2015 ഓക്കെ. അലോയ്സ് എക്സ്ട്രാ കയറ്റിയതാ ഇത്? അല്ല, അലോയ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ റീപ്ലേസ് ഒന്നും ഉണ്ടോ വണ്ടി? റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? എത്ര ഓടിയിട്ടുണ്ടാവും ഏകദേശം? ഇത് 120 ഓടിയിട്ടുണ്ടല്ലേ? എത്രാമത്തെ ഓണറാ? ഇത് സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. സെക്കൻഡ് ആണ്. ഓക്കെ. വേറെ തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കിദ്മത്തിന്റെ സീറ്റ് കവർ ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ ഒക്കെ ഇതിൽ വരുന്നതാണല്ലോ, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ. എത്രയായിരുന്നു ഇത് ആസ്ക്? ഇതിന് 5.35 ആണ് ആസ്കിങ്. 5.35 ചോദിക്കുന്നുണ്ട്. മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? മാക്സിമം നമുക്കൊരു 50 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റൂല. 2015 ഡീസൽ വണ്ടി അല്ല? അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു കിണ്ണം പോലത്തെ ഒരു വിറ്റാര ബ്രസ്സ കാണിച്ചു കൊടുക്കല. ജീപ്പ് കോമ്പസിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ വിറ്റൊക്കെ കയറിയ ഒരു വാഹനം കൂടിയാണ്. കാണാനും നല്ല മൊഞ്ചുണ്ട്. എങ്ങനെ ഇത് പെട്രോളോ ഡീസൽ വണ്ടി? ഇത് പെട്രോൾ ആണ് വരുന്നത്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. VXI ഓപ്ഷനിൽ വരുന്ന വാഹനം അല്ല, പെട്രോൾ ആണ്. എത്രയായിരുന്നു മോഡല്? ഇത് 2021 മോഡലിൽ സെക്കൻഡ് ഓണർ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പ് അല്ലേ? ഓക്കെ. ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. 2021. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് വെറും 40,000 കിലോമീറ്റർ റണ്ണിംഗ് ഉള്ളൂ. വെറും 40,000 കിലോമീറ്റർ. എത്രാമത്തെ ഓണറാണ്? സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. പുതുത്ത വണ്ടിയാണ്. ഒരു അസുഖം ഇല്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ലേ ഇതിന്റെ? പിന്നെ എടുക്കുന്ന ആൾക്ക് കണ്ണ് ചിമ്മിട്ട് എടുക്കാം. പിന്നെ കമ്പനിന്ന് വന്ന പോലെ തന്നെയാണ് ഇന്റീരിയർ ഭാഗത്തൊക്കെ ഉള്ളത്. എത്ര കൊടുക്കാം ബ്രോ ഇത്? ഇതിന് 7,50,000 ആണ് ആസ്കിങ്. 7,500 ചോദിക്കുന്നത്. എത്ര പൈസ ഇറക്കാം? ഇതും ഒരു 50,000 റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മതിയാവും അല്ലെ? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കിദ്മത്തിന്റെ വാഹനം അല്ല? അതും മാരുതിന്റെ സെലേറിയോ പിന്നെ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. ഗേൾസ് ആയാലും ലേഡീസിനായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. AMT ആണ് വരുന്നത്. അതെ, ചെറിയ ഒതുങ്ങിയ സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. പിന്നെ ലേഡീസിനൊക്കെ ബെറ്റർ ആണ് അല്ല? ഇത് മോഡൽ എത്രയായിരുന്നു? ഇത് 2014 VXI ആണ് വരുന്നത്. 14 വണ്ടി VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. പിന്നെ അതുപോലെ തന്നെ എത്ര ഓട്ടം ഉള്ളത്? ഓട്ടം 1,11,000 ആണ് ഓട്ടം ഉള്ളത്. ഓട്ടം ഉണ്ട് അല്ലേ? പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് തന്നെ. ഒരു ടെൻഷനും വേണ്ട. വേറെ തട്ടുമുട്ട് കുത്ത് ഇടി ഒന്നുമില്ല അല്ല? എല്ലാ ഭാഗം ഫിറ്റ്, മെക്കാനിക് ഫിറ്റ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. എത്രയാണ് ഇത് ആസ്കിന്? ഇതിന് ജസ്റ്റ് 3.60 ആണ് ആസ്കിങ്. 3.60. 2014 വണ്ടി അല്ലേ? മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? ഒരു 40,000 ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 25 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അതും ഹോണ്ട സിറ്റി ആണ്. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസ കൊടുക്കല്ലേ ഇത്? കൊടുക്കാം. ഒരു ടെൻഷൻ ഒന്നും വേണ്ട. ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ. ഓക്കെ. മോഡൽ എത്രയാണ്? ഇത് 2015 വണ്ടിയാണ്. ഇത് ഏതാ ഓപ്ഷൻ വരുന്നത്? എസ് ആണ് വരുന്നത്. എസ് അല്ലേ? എസ് എന്ന് പറയുമ്പോ 4 ഡോർ പവർ വിൻഡോ ഒക്കെ ഇതിൽ വരും. അത് വരും. വേറെ ഇടികുത്തൊന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടത് 1.25 ആണ്. 1.25 ഓടിയിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ഓണർ ആണ്. വേറെ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും? വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. മെക്കാനിക് ഇതൊക്കെ ഹിസ്റ്ററി ഉണ്ടാവല്ലോ അല്ല? പിന്നെ ഇവിടുത്തെ പിന്നെ മെക്കാനിക് ഞാൻ ചോദിക്കില്ല. കാരണം നമ്മൾ പൊതുവെ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഷോറൂമിൽ കയറ്റാറുള്ളത്. അപ്പൊ നമ്മളെ ഭാഗത്തുനിന്നുള്ള ഒരു ഗ്യാരണ്ടി കൂടെ അതിലുണ്ടാവും. അതെ. പിന്നെ നമ്മള് ചോദിക്കേണ്ടത് നമ്മളൊരു ബാധ്യതയാണ്. ചെറുത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റും. ചെറിയ പ്രശ്നങ്ങൾ പിന്നെ ഇതേപോലെ എന്തെങ്കിലും സ്ക്രാച്ച് ആയതോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ റീപെയിന്റിന് പോലും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അതെ.
ഓക്കെ. ഇത് എത്ര ആസ്ക് ചെയ്യണേ? ഇതിന് 5,50,000. 5.5 ലക്ഷം. 5.5 ലക്ഷം ചോദിക്കുന്നുണ്ട് അല്ലെ. മോഡൽ എത്ര പറഞ്ഞ? 2015 വണ്ടി. മാക്സിമം ലോണൊക്കെ ചെയ്യാൻ പറ്റും. ഫുള്ള് ചെയ്യാൻ പറ്റുമോ? ഫുള്ള് ഒരു ചെറിയ എന്തെങ്കിലും ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇറക്കാൻ പറ്റും അല്ലേ. ഓക്കെ. ഹിദ്മത്തിന്റെ കുതിരത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു ഹ്യുണ്ടായിന്റെ i20 ആണ്. 2 കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനം. അതെ, ഡുവൽ ടോൺ ആണ്. ആസ്റ്റ ഫുൾ ഓപ്ഷനിൽ വരുന്നത്. ആസ്റ്റയാണ് ഓപ്ഷൻ ഏറ്റവും ടോപ്പ്. അതെ, പുഷ് ബട്ടൺ ഒക്കെ വരുന്നുണ്ട്. അലോയിൽ വരുന്നുണ്ട്. ഒരു ടെൻഷനും വേണ്ട. അലോയ്സ്, പുഷ് ബട്ടൺ, സ്റ്റിയറിംഗ് കൺട്രോൾ, ബാക്ക് വൈപ്പർ, കമ്പനി സെറ്റ് കാര്യം. ഇത് മോഡൽ എത്രയായിരുന്നു? ഇത് 2016 മോഡലാണ്. 16 വണ്ടി അല്ലെ. ഒറിജിനൽ കേരള വണ്ടിയാണ്. എത്ര ഓട്ടം ഉണ്ട്? ഇത് ഓട്ടോ 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അല്ലെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ഒന്നുമില്ല. എത്രാമത്തെ ഓണറാണ്? ഓണർ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സെക്കൻഡ് ആണ് നിൽക്കുന്നത്. വേറെ ഇടിയും കുത്തൊന്നുമില്ല. ഇതൊക്കെ പിന്നെ ഹിസ്റ്ററിയൊക്കെ ഉണ്ടാവും ഇതില്? ഹിസ്റ്ററിയൊക്കെ ഉണ്ടാവും. ഇന്ത്യയുടെ ഭാഗത്തൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ്. എല്ലാ ഭാഗം ഫിറ്റ് അല്ലേ മെക്കാനിക് ഒക്കെ? അതെ. എത്ര ഇത് ആസ്കിനെ? ഇത് 5.25 ചോദിക്കണം. 5.25 ചോദിക്കുന്നുണ്ട് അല്ലേ. വില കുറച്ച് കൊടുക്കൂലേ? നിങ്ങൾ ഇവിടെ ചോദിക്കുന്ന വില അല്ലല്ലോ. നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് റേറ്റ് ആണ് ചോദിക്കുന്നതാണ്. പിന്നെ പ്രൈസ് ആണ്. അതെ. പിന്നെ മാക്സിമം 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഒരു 7 സീറ്റ് വാഹനമാണ്. അതും മാരുതിന്റെ എർട്ടിഗ അല്ല. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസ കൊടുക്കാം അല്ല. എത്ര മോഡലായിരുന്നു ഇത്? 2013 മോഡൽ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 13 മോഡല് ഫുൾ ഏറ്റവും ടോപ്പ് അല്ലേ. ZDI ആണ് വരുന്നത്. അലോയ്സ് കാര്യങ്ങളൊക്കെ കമ്പനി ബിൽഡ് ആയിട്ട് വരുന്നതാണ്. എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? ഇത് ഓട്ടോ 1.28 ആണ് വരുന്നത്. 1.28 വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. സെക്കൻഡ് ആണ് അല്ലേ. വേറെ എന്തെങ്കിലും റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ഈ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒന്നും വരുന്നില്ല. എത്ര കൊടുക്കും ഇത്? 4.25 ആണ്. നമുക്ക് ഫൈനലൈസ്ഡ് ഒരു 4.4 ആ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും. 4.4 ലോൺ ചെയ്യാൻ പറ്റൂട്ടെ വണ്ടി? ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും ഇത്? പൈസ വേണ്ട. 1 രൂപ ഇല്ലാതെ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ ഇറക്കാൻ പറ്റും. വണ്ടി കൊണ്ട് പോവാ. അതെ. മാരുതിന്റെ എസ് ക്രോസ്, അതും ഡീസൽ വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഡീസലില് ഏകദേശം ഒരു 23 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് കേട്ടോ. അല്ല, കിട്ടൂലേ? കിട്ടും. ഹൈബ്രിഡ് ആണ്. ഡീസൽ പ്ലസ് ഹൈബ്രിഡ് ആണ് വരുന്നത്. ആ റേഞ്ചിൽ എന്തായാലും കിട്ടും. നിങ്ങൾ പറയുന്നത് എത്ര കിട്ടുമെന്ന്? ഞാനൊരു നല്ല റോഡൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഒരു 23 പ്ലസ് ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇത് എത്ര മോഡലായിരുന്നു? ഇത് 2018 സിംഗിൾ ഓണർ വണ്ടിയാണ് വരുന്നത്. ഒരേ ഒരു ഓണർ. ഒരു ടെൻഷനും വേണ്ട. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.25 കിലോമീറ്റർ ആ റേഞ്ചിലാണ്. 1.25 ഓടിയിട്ടുണ്ട്. ഇത് സർവീസ് ഒക്കെ ഉണ്ടാവും? ഉണ്ട്. ടെൻഷൻ വേണ്ട. ആവശ്യക്കാർക്ക് ഹിസ്റ്ററി കാണിച്ചു കൊടുക്കാൻ പറ്റൂല. ഓക്കെ. സോറി, പിന്നെ ഓട്ടോമ പറഞ്ഞില്ലേ? ഇത് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും? ഓക്കെ. ഇന്റീരിയർ ഭാഗത്തുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ്, ഇത് ഓപ്ഷൻ ഏതാ വരുന്നത്? സീറ്റ് അല്ല, ആൻഡ്രോയിഡ്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എത്ര ഇത് ആസ്ക് ചെയ്യുന്നത്? ഇതിന് 6.40 ആണ് ആസ്കിങ്. 6.40 തന്നെ? മാക്സിമം ഫുൾ ലോൺ ചെയ്യാൻ പറ്റിയൊരു വാഹനം. ചെയ്ത് കൊടുക്കാം. ഒരു ടെൻഷനും വേണ്ട. 18 വണ്ടി അല്ലേ? ഫുൾ ലോണ്. ഒരു നയാ പൈസ വേണ്ടി വരില്ല. ഫുൾ ലോൺ കിട്ടും. 6.40 ചോദിച്ചാൽ. ഓക്കെ. വിറ്റാര ബ്രസ്സയാണ്. നല്ല കിരുമത്തിന്റെ കുതിരത്തിന്റെ കളർ, 2 കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനം അല്ലെ. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2017 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ZDI പ്ലസ് ആണ് വരുന്നത്. ZDI പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് ആണ് അല്ലെ. ടോപ്പാണ്. അലോയ്സ്, ആൻഡ്രോയിഡ്, പുഷ് ബട്ടൺ. എത്ര മോഡലായിരുന്നു ഇത്? ഇത് 2017 സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഒരേ ഒരു ഓണർ. ഒരു ടെൻഷനും വേണ്ട. എത്ര ഓട്ടം ഉണ്ട്? ഇത് ഓട്ടം വരുന്നത് 1,18,000. 1.18 ഓടിയിട്ടുണ്ടല്ലേ. വണ്ടി കാണാൻ എന്താ ലുക്ക് അല്ലേ. വേറെ ഇടിയും കുത്തൊന്നുമില്ല. റീപ്ലേസ് ഇല്ല. ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരു വാഹനമാണ്. കണ്ണ് ചിമ്മിയിട്ടും കണ്ണ് തുറന്നിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അല്ല. ഇന്ത്യയുടെ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ സെറ്റപ്പ് വരുന്ന വണ്ടിയാണ് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. എത്ര കൊടുക്കല്? ഇത് നമുക്ക് 7.5 ലക്ഷം ആസ്കിങ്. എത്രയാണ്? 7.5 ലക്ഷം. 7 ലക്ഷം ചോദിക്കുന്നുണ്ട്. മാക്സിമം എത്ര പൈസ ഉണ്ട് ഇറക്കാം? ഇതൊരു 50,000 ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാൻ പറ്റും. മതിയാവൂല. ഇതിന്റെ സിയാസ് അല്ലേ. അതും ഡീസലാണ്. അത്യാവശ്യം ഒരു 20 കിലോമീറ്ററിന് മേലെ മൈലേജ് പ്ലസ് കിട്ടും. കാരണം ഡീസൽ പ്ലസ് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് വണ്ടിയാണ് തന്നെ. ഓക്കെ. അപ്പൊ എന്തായാലും 20 മേലെ കിട്ടും മൈലേജ്. 2 കളർ ആക്കിയിട്ടുണ്ടല്ലോ എന്ത് സംഭവം? അത് സ്റ്റിക്കർ വർക്ക് ചെയ്താണ് നമ്മള്. ഓക്കെ. ഡമ്മിയാണ് അല്ലേ.
ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വാഹനം. അതായത് ഡയമണ്ട് കട്ട അലോയ്സ് കയറ്റിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ സ്പോയിലർ ചെയ്തിട്ടുണ്ട്. ചില്ലറ എക്സ്ട്രാ ഫിറ്റുകൾക്ക് കയറിയിട്ടുണ്ടല്ലേ? ഓക്കെ. എത്ര മോഡലായിരുന്നു ഇത്? 2017 ആണ് വരുന്നത്. 17 വണ്ടി ഏതായിരുന്നു? മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ആണല്ലേ? ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. ആൻഡ്രോയിഡ്, അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ സ്റ്റിയറിംഗ് കൺട്രോള്, എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ? ഒരു ടെൻഷനും വേണ്ട. ഓണർഷിപ്പ് എത്ര തന്നെ? ഓണർഷിപ്പ് സെക്കൻഡ് ആണല്ലേ? എത്ര ഇത് ആസ്കിങ് നിങ്ങൾ? ഇതിന് ആസ്കിങ് 590 ആണ്. 590 ചോദിക്കുന്നുണ്ട് അല്ല? കുറച്ച് കൊടുക്കാം, എന്തെങ്കിലും നമുക്ക് ചെയ്തു തരാം. കുറച്ച് കൊടുക്കല്ലേ? ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസ ഉള്ളൂ കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല അടിപൊളി വണ്ടിയാണ്. കിരുമത്തിന്റെ ഒരു വണ്ടി അല്ലേ? കിയാന്റെ സെൽട്ടോസ് ആണ്. പിന്നെ അതും ഡീസൽ വണ്ടി. അത്യാവശ്യം 20 കിലോമീറ്റർ കണ്ണി ചിമ്മിറ്റ് മൈലേജ് കിട്ടും. ഒരു ടെൻഷൻ വേണ്ട, കിട്ടും. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ? ഇത് മാനുവൽ ആണ്. മാനുവൽ വണ്ടി അല്ലേ? എത്രയായിരുന്നു മോഡല്? ഇത് 2021 മോഡല് സിംഗിൾ ഓണർ വണ്ടി. 21 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു ടെൻഷനും വേണ്ട. പിന്നെ ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടത് 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ അല്ലെ? ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. റീപെയിന്റ് ഒക്കെ ഉണ്ടാവും? ഒന്നുമില്ല. റീപെയിന്റ് ചിലപ്പോ ചാൻസ് കുറവാണ് ഈ വണ്ടിക്ക്. ഇപ്പൊ ഇന്നലെ ഇറങ്ങിയ വണ്ടിക്ക് അതൊന്നും പറയാൻ പറ്റൂല. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. നല്ല ഷോറൂം കണ്ടീഷനുള്ള വെഹിക്കിൾ എന്നാണ് മൂപ്പര് പറയുന്നത്. പിന്നെ ഏതായിരുന്നു ഇത് ഓപ്ഷൻ വരുന്നത്? HDK പ്ലസ് അല്ല? എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ. ഇത് മറ്റേ സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്നുണ്ടോ? സീറ്റ് വെന്റിലേഷൻ ഇതിന് ആരെങ്കിലും ആവശ്യക്കാർ ചോദിച്ചാല് പറഞ്ഞോട്ടോ കേട്ടോ. അത് നോക്കിട്ട് ബാക്കിയുള്ള സെറ്റപ്പ് ഉണ്ട്. എത്ര ഇത് ആസ്കിനെ? ഇതിന് 12,10,000. 12,10. 2021 വണ്ടി അല്ല? അത് മാക്സിമം ലോൺ ചെയ്യാനും പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ബഡ്ജറ്റില് ഹ്യൂണ്ടായിന്റെ i10 അല്ല? ഗ്രാൻഡ് i10. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി അല്ലേ? ഓക്കെ. എത്രയായിരുന്നു മോഡല്? ഇത് 2015 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഏത് ഓപ്ഷൻ? സ്പോർട്സ് അല്ലേ? സ്പോർട്സ് എന്ന് പറയുമ്പോ ഏകദേശം 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. ഇതിന് 310. മോഡൽ എത്ര പറഞ്ഞു നിങ്ങള്? 2015 മോഡൽ. 15. 310 ലസ്റ്റ് ചെയ്യാലോ? കുറച്ച് കൊടുക്കൂല? ഒരു 50 ഉറുപ്പിക വേണ്ടി വരും ഇറക്കാൻ. ചെയ്യാൻ പറ്റുമോ? 7 സീറ്റ് വാഹനം, മാരുതിന്റെ എർട്ടിഗ ആണ്. അതും ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് കൊണ്ടുപോകാം അല്ല? എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2016 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഹൈബ്രിഡ് ആണ്. ഡീസൽ ഹൈബ്രിഡ് ആണ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഇത് VDI ആണ്. VDI ആണ് അല്ലേ? ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ 132. 132 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ്. നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് വരുന്നത്. 58,000 അല്ല? വേറെ ഇടിയും കുത്തൊന്നുമില്ല? ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്, ചെയ്യിപ്പിച്ചാണ്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് പിന്നെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു ടെൻഷൻ വേണ്ട. എടുത്തെങ്കിൽ വേറെ പണിയൊന്നും എടുക്കാനില്ല. ഒരു പണിയില്ല. അടിക്കാൻ ഓടാ. എത്ര ഇത് ആസ്കിനെ? ഇത് 5.45 ആണ്. 5.45 ചോദിക്കണ്ടല്ലേ? എത്ര പൈസ ഉണ്ട് ഇറക്കാം? 50,000 ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഫിനാൻസ് ചെയ്യാം. എത്രയാണ്? 50,000 ഉണ്ടെങ്കിൽ മതിയാവും. 7 സീറ്റ് വാഹനം, അതായത് ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു വാഹനം. ഇത് പെട്രോളാ ഡീസൽ വണ്ടി? ഇത് പെട്രോൾ ആണ്. പെട്രോൾ വണ്ടി അല്ല? ഹോണ്ടന്റെ BRV 7 സീറ്റർ. ഓക്കെ. മൈലേജ് എത്ര കിട്ടും അറിയോ? ഇതിനൊരു 14-15 അത്ര കിട്ടുമല്ലോ അല്ല? ഇത് ഡീസൽ ആണെങ്കിൽ 20 മേലെ മൈലേജ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. പെട്രോളിൽ എത്രയെന്ന് കറക്റ്റ് അറിയില്ല. ഇത് മോഡൽ എത്ര? ഇത് 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ ആണ്. 17 രജിസ്റ്റേർഡ് ഉണ്ട്. ഓട്ടം എത്ര ഉണ്ട്? ഓട്ടം 96,000. അത്രേ ഓടിയുള്ളൂ? ഒന്നിന്റെ ഉള്ളിലേ ഉള്ളൂ? ഇത് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും? ഉണ്ടല്ലേ? ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ആണ്? ഇത് സെക്കൻഡ് ആണ്. സെക്കൻഡ് ആണ് അല്ലേ? ഓക്കെ. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല? ഇടികുത്തൊന്നും ഇല്ല? എത്ര ഇത് ആസ്കിനെ? ഇതിന് 590. 590 കൊടുക്കല്ല? ഇത് മാക്സിമം ഫുള്ളി ലോണിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്തു തരാൻ പറ്റും. കസ്റ്റമറിന്റെ പ്രൊഫൈൽ നോക്കിയിട്ട് പരമാവധി ലോണിൽ ചെയ്യാം. ഓല സിബിലൊക്കെ നല്ല ക്ലിയർ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുള്ള ഒരു ഹ്യൂണ്ടായിന്റെ i20 അല്ലേ? ഇത് ഡീസലാ പെട്രോളാ? ഇത് ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്? ഡീസൽ ആസ്റ്റയാണ്. 2015 മോഡൽ. ആസ്റ്റയാണ്? ഫുള്ളാണ് ഓപ്ഷൻ അല്ലേ? ഓക്കെ. എത്ര മോഡലാ? 15. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടാവും ഏകദേശം? ഓട്ടോ ഏകദേശം 1.25 ആണ് വരുന്നത്. 1.25 ഓടിയിട്ടുണ്ടല്ലേ? റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ആണ്. വേറെ ഇടിയും കുത്തൊന്നും ഇല്ല അല്ലേ?
ആസ്ത ആയതുകൊണ്ട് പിന്നെ ആലോചിച്ച് ആൻഡ്രോയിഡ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. കമ്പനി ഇത് എത്ര മോഡൽ പറഞ്ഞു നിങ്ങള്? 15. ഓക്കെ, കമ്പനി സെറ്റ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾ, പുഷ് ബട്ടൺ, എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ. എത്ര ആസ്ക് ചെയ്യണേ? ഇതിന് 5.4 5.4 ചോദിക്കണ്ടല്ലേ. ഡീസലില് ഏകദേശം 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. മാക്സിമം എത്ര പൈസ ഉണ്ട് കറക്ക? ഇതും ഒരു 50,000 ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂല. ഇന്നോവ കാണിച്ചു കൊടുക്കല്ലേ ബ്രോ? ഇത് എങ്ങനെയായിരുന്നു? ഇത് 2014 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കേരളത്തിക്ക് നമ്പർ മാറിയ വണ്ടിയാണ്. നമ്പർ മാറിയ ഒരു വാനാണ്. 14 മോഡൽ. അതും ഓപ്ഷൻ വരുന്നത് വി ആണ്, G4 അല്ല. പിന്നെ ഓട്ടൊക്കെ എന്തുപാട്? ഓട്ടത് 185 കിലോമീറ്റർ. 1,85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഹിസ്റ്ററി ഉണ്ട് അതില്? ഹിസ്റ്ററി ഒക്കെ കാണിക്കാൻ പറ്റും. ഒരു ടെൻഷനും വേണ്ട. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നും വരുന്നില്ല. ഒന്നുമില്ല, മെയിൻ ഗ്ലാസ് പോലും ഇല്ല. ആഹാ. എഞ്ചിനൊക്കെ പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. ടൊയോട്ടന്റെ വണ്ടി പിന്നെ എഞ്ചിന് കാര്യം നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നല്ല നീറ്റ് ആയിരിക്കും. പിന്നെ ഇടിയും കുത്തും ഉണ്ടാന്ന് നോക്കിയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. വിശ്വസിച്ച് എടുക്കാൻ പറ്റൂലേ? എത്ര ആസ്കേനെ? ഇതിന് 8.75 ആസ്കിങ്. 8.75. അതും 2014 വി ഓപ്ഷൻ ആണ്. ഒരു 7 സീറ്റ് വണ്ടിയാണ്. മഹീന്ദ്രന്റെ XUV 500 അല്ലെ? 500. എങ്ങനെയായിരുന്നു ബ്രോ മോഡല്? ഇത് 2013 മോഡലാണ്. 13 മോഡൽ. ചെറിയ പൈസ കൊടുക്കല. ഓക്കെ, ഏതാ ഓപ്ഷന്? W8 2013. W8 ആണ്. 2013 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടി എന്തുപാട്? റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയല്ലേ? ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടത് 1 ലക്ഷം. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് അല്ല. ഒരു ടെൻഷൻ വേണ്ട. നല്ല നീറ്റ് വണ്ടി. ഓക്കെ, വേറെ ഇടിമുത്തൊന്നും ഇല്ലല്ലോ? ഇല്ല, സ്റ്റോക്ക് ആണ്. പുതിയ ഇപ്പൊ വന്നതാ? ഇന്നലെ വന്നതല്ലേ? ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റ് വണ്ടിയാണ്. എത്ര ആസ്ക് ചെയ്യുക നിങ്ങള്? ഇത് 5.75 5.75 അല്ലെ? 2013 XUV ആണ്. 500 ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ചെറിയൊരു ബഡ്ജറ്റില് ഹൂണ്ടായിന്റെ വെർണ അല്ല, അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഒരു ആൾട്ടോക്കാരന്റെ പൈസയേ ഉള്ളൂ ഈ സാധനത്തിന്. പക്ഷെ നല്ല മൈലേജ് കിട്ടും. അല്ല, മൈലേജ് കൂടുതൽ കിട്ടണമെന്നൊക്കെ അതും ചെറിയ ബഡ്ജറ്റിലൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് സുഖമായിട്ട് നല്ല നീറ്റ് ആയിട്ട് ഇറക്കാൻ പറ്റിയൊരു വാഹനം. വേറെ ഇടിയും കുത്തൊന്നും ഇല്ലല്ലോ? എത്ര മോഡലാ ഇത്? ഇത് 2013 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയല്ല? ഒരു സെഡാൻ വാഹനമാണ്. പിന്നെ ഡീസലാണ്. ഇത് ഓപ്ഷൻ ഏതാ? പിന്നെ ഫുൾ ഓപ്ഷൻ ആണല്ലോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. ആലോചിച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം. പിന്നെ വേറെ ഇടിയും കുത്തൊന്നും ഇല്ല. എത്ര കൊടുക്കാം ബ്രോ ഇത്? ഇത് 3.45. 3.45 അല്ല? ഓക്കെ, മാക്സിമം ലോണും ചെയ്യാൻ പറ്റുമല്ലോ ഇതില്? ഇന്ത്യൻ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ്, കിതുമത്തിന്റെ സീറ്റ് കവേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് അലോയ്സ്, പുഷ് ബട്ടൺ വരുന്നുണ്ട്. അപ്പൊ ഇതില് പുഷ് ബട്ടണും വരുന്നുണ്ടല്ലോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഫുൾ അല്ലേ ഓപ്ഷന്? മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റുമല്ലേ? ഫുള്ള് കസ്റ്റമേഴ്സിന്റെ ട്രാക്ക്, സിബില് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റൂല. റയർ പീസ് ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അതും ഒരു പ്രീമിയം സെറ്റപ്പ് ഉള്ള ഒരു വണ്ടി അല്ല? ചെറിയ പൈസ കൊടുക്കാം, ഒരു ടെൻഷനും വേണ്ട. ഏതായിരുന്നു ഹൂണ്ടായിന്റെ? ഇത് എലാൻഡ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ ഇതിനോടൊക്കെ കമ്പുള്ള ആളുകൾ ഉണ്ടാവും. കമ്പനിന്റെ ഒരു ഫാൻസി കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. ഒരു റയർ ആയിട്ട് ഞാൻ കുറെ ഷോറൂമിലൊക്കെ കയറുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു വണ്ടി ആദ്യമായിട്ട് കാണുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2012 മോഡലാണ് വരുന്നത്. 12 വണ്ടി. ഹൂണ്ടായിന്റെ എലാൻഡ്ര അല്ല? സെക്കൻഡ് ഓണർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ ആണ് അല്ല? ഓട്ടോമാറ്റിക്കലി ഡീസല്. പിന്നെ എന്തെങ്കിലും ഇടിയും കുത്ത് കാര്യങ്ങള്? ഒന്നുമില്ലല്ലോ. എന്താ ലുക്ക് കേട്ടോ. ഇത് ബാക്കിലൊക്കെ നോക്കിയാലേ ഡാമേജ് ഉണ്ട്. നമുക്ക് ചേഞ്ച് ഏതായിരുന്നു? ഹാൻഡിലൊക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളല്ലേ? അതൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കൂലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? മേജർ മൈനർ അങ്ങനത്തെ ഒന്നുമില്ല അല്ല? ഓക്കെ, ഇന്ത്യൻ ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണിത്. ഇതൊന്നും തുറന്നു മോനെ. ഇതാണ് പറഞ്ഞത്, നമുക്ക് റെഡി ആക്കി കൊടുക്കാവുന്നുള്ളൂ. ഓക്കെ. ഇന്ത്യൻ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടന്, പിന്നെ കമ്പനി സെറ്റ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, ഇലക്ട്രിക് അഡ്ജസ്റ്റ് സീറ്റ് ആണ്. പിന്നെ 4 ഡോർ പവർ വിൻഡോ. ഒരു വണ്ടിക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലെ? ഒരു ടെൻഷനും വേണ്ട. ആലോചിച്ചൊക്കെ ഉണ്ട്. എത്ര ഇത് നിങ്ങൾ ചോദിക്കുന്നത്? 4.10 ആണ് ഇതിന്റെ ആസ്കിങ്. 4.10 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കൂല്ലേ? മാക്സിമം ലോൺ കിട്ടും? അതിന് ലോണും കിട്ടും. ഒരു ടെൻഷൻ വേണ്ട. പരമാവധി ചെയ്യാൻ പറ്റും അല്ലെ? ഈ മൈലേജ് എത്ര കിട്ടും? 20 മൈലേജ് ഇതിൽ കിട്ടും. ഇതും ഒരു റയർ പീസാണ്.
അതും ഫുള്ള് ലോണിൽ കൊടുക്കല്ലേ, ഒരു നയ പൈസ വേണ്ട. വോക്സ് വാഗന്റെ അമിയോ. ഓക്കെ, ഇത് ലാസ്റ്റ് വാനാണ് കേട്ടോ നിങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ നമ്പർ ഉണ്ട്, 2-3 നമ്പർ ഉണ്ടാവും, ഏതെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. ലൊക്കേഷനൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും അല്ലേ? എത്ര മോഡലാണ് ഇത്? 2017 മോഡലാണ് വരുന്നത്. 17 വണ്ടി. ഓക്കെ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസലാണ്. ഡീസൽ വണ്ടി. ഡീസൽ ആകുമ്പോ ഇതിൽ മൈലേജ് കൂടുതൽ കിട്ടും. പൊതുവെ ഇതൊക്കെ കിട്ടും. വേറെ റീപ്ലേസ് കാര്യങ്ങള് ഇല്ലല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല വണ്ടി. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടത് 67,000. 67,000 അത്ര ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഇത് തേർഡ് ഓണറാണ്, 3ാമത്തെ ഓണർ അല്ലേ? ഓക്കെ. വേറെ ഇടിയും കുത്തൊന്നും ഇല്ല. എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ വണ്ടിയില്. എത്രക്ക് കൊടുക്കാം ബ്രോ ഇത്? ഇത് നമുക്കൊരു 4,10 ചെയ്യാൻ പറ്റും. 4,10 ചെയ്യാൻ പറ്റും. മാക്സിമം ഫുള്ള് ലോൺ, ഒരു പൈസ വേണ്ട, ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ.